ക്ഷേത്രങ്ങൾ, നമുക്ക് പലരും ക്ഷേത്രങ്ങളെന്ന് പറയുമ്പോൾ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ എല്ലാറ്റിനെയും അങ്ങ് പെടുത്തി ഇത് തന്നെയാണ് ക്ഷേത്രങ്ങൾ എന്ന് വിശ്വസിച്ച് തൊഴുന്നവരാണ്. പക്ഷെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് 3 സമ്പ്രദായത്തിൽ 3 വിധത്തിലാണ് ഉള്ളത്. ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നിത്യേന തൊഴാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉള്ള ക്ഷേത്രങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ക്ഷേത്രങ്ങളാണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. മഹാക്ഷേത്രം, ക്ഷേത്രം, കാവുകൾ, ഇങ്ങനെ 3 തരത്തിലാണ് ക്ഷേത്രങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, വിഭജിച്ചിരിക്കുന്നത്. ഈ വിഭാഗം ക്ഷേത്രം മാത്രമേ കേരളത്തിൽ കേരളീയ ക്ഷേത്ര മാതൃകയിൽ അല്ലെങ്കിൽ കേരളീയ ക്ഷേത്ര ചരിത്രത്തിലുള്ളൂ. മഹാക്ഷേത്രങ്ങൾ, ക്ഷേത്രങ്ങൾ, കാവുകൾ. ഇനി എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ പലരും ഈ അനൗൺസ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മുടെ വീട്ടിനടുത്തുള്ള ക്ഷേത്രങ്ങളെയൊക്കെ ഒരു മഹാക്ഷേത്രം എന്ന് പറയും. അങ്ങനെ പറയാമോ? അല്ലെങ്കിൽ എന്താണ് മഹാക്ഷേത്രം എന്നൊന്ന് മനസ്സിലാക്കിയാൽ അത് നല്ലതാണ്. കാരണം പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിന്റെ കമ്മിറ്റി ഭാരവാഹികളായിട്ടിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ക്ഷേത്രത്തിലെ ഈശ്വരന്റെ പിതൃസ്ഥാനമാണ് ക്ഷേത്ര തന്ത്രിക്ക് നമ്മൾ കൊടുക്കുന്നത്. ക്ഷേത്രത്തിലെ ഈശ്വരന്റെ മാതൃസ്ഥാനമാണ് ക്ഷേത്ര മേൽശാന്തിക്ക് നമ്മൾ കൊടുക്കുന്നത്. അമ്മയാണ് നമ്മളെ കുളിപ്പിക്കുന്നതും പല്ലുതേപ്പിക്കുന്നതും ആഹാരം തരുന്നതും വസ്ത്രങ്ങൾ അണിയിക്കുന്നതും ആടയാഭരണങ്ങൾ അണിയിക്കുന്നതും ഒക്കെ അമ്മയാണ്. അത് ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ മേൽശാന്തിയാണ്, പൂജാരിയാണ്. അപ്പൊ ആ ക്ഷേത്രത്തിന്റെ മാതൃസ്ഥാനം പൂജാരിക്കാണ്. അപ്പൊ നമ്മൾ ഈ കമ്മിറ്റിക്കാരാണ്, ക്ഷേത്രത്തിന്റെ പരിപാലകരാണ്. ക്ഷേത്രത്തിനെ കുറിച്ച്, ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളവരാവണം. അല്ലാന്നുണ്ടെങ്കിൽ തിരുമേനി എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങോട്ട് മാറി നിന്ന് അയാൾ ഇപ്പോഴത് പറയുന്നു, നേരത്തെ പറഞ്ഞുകൂടെ, അതിന്റെ ആവശ്യമുണ്ട് എന്നൊക്കെ ചില ചോദ്യങ്ങളും ചില അസ്വാരസ്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ക്ഷേത്രപാലകർ എന്നറിയപ്പെടുന്ന, ക്ഷേത്രത്തിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന ഈ ഉപദേശക സമിതി അംഗങ്ങളോ ഉത്സവ കമ്മിറ്റി അംഗങ്ങളോ ഏത് ക്ഷേത്രത്തിലാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിയുന്നത് നല്ലതാണ്. അപ്പൊ എന്താണ് മഹാക്ഷേത്രം? ഏറ്റവും ലളിതമായ നിർവചനമേ അതിനുള്ളൂ. ഈ വലിയ നാലമ്പലമോ ആനക്കൊട്ടിലോ വലിയ ഗോപുരങ്ങളോ വിശാലമായ പറമ്പോ ഒന്നുമല്ല അതിനെക്കുറിച്ച് പറയാനുള്ളത്. 5 പൂജയും 3 ശീവേലിയും ഒരു ക്ഷേത്രത്തിലുണ്ടെങ്കിൽ അതാണ് മഹാക്ഷേത്രം. 5 പൂജ, 3 ശീവേലി, ഇതിനോടനുബന്ധിച്ച് കലശം, പഞ്ചഗവി ഒക്കെ ഉണ്ടാവും. ഞാൻ ഏറ്റവും ലളിതമായിട്ട് പറയുകയാണ്, ഒന്നും സമയം കുറവാണ്, അതുകൊണ്ട് വളരെ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. 5 പൂജയും 3 ശീവേലിയുമുള്ള ക്ഷേത്രങ്ങളെയാണ് മഹാക്ഷേത്രങ്ങളുടെ ഗണത്തിൽ നമ്മൾ പെടുത്തുക. എന്താണ് ഈ 5 പൂജ? ഉഷപൂജ, യഥർത്ഥ പൂജ, പന്തീകടി പൂജ, ഉച്ചപൂജ, അത്താഴപൂജ. ഇതിന് നമ്മൾ ഈ ഉച്ചപൂജയും അത്താഴപൂജയും ഉഷപൂജയും ഒക്കെ കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് യഥർത്ഥ പൂജ എന്താണ്, പന്തീകടി പൂജ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പൂർവികർക്കൊക്കെ അറിയാം, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയാം. ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ പൂജാരി കുടി കഴിഞ്ഞ് തിടപ്പള്ളിയിൽ നിന്നും ദീപം തെളിയിച്ച് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ വന്ന് മണിയടിച്ച് ആ ക്ഷേത്രം തുറക്കുന്നു. ആ സമയത്ത് ആ വിഗ്രഹം കാണാൻ പുറത്ത് ധാരാളം ആളുകൾ കൂടി നിൽക്കും. ആ കാഴ്ചയ്ക്കാണ് നമ്മൾ നിർമാല്യ ദർശനം എന്ന് പറയുന്നത്. പക്ഷെ പലർക്കും സംശയമാണ്. പലരും ഈ ക്ഷേത്രത്തിൽ പൂജാരി വന്ന് ബിംബത്തിൽ അണിഞ്ഞിരിക്കുന്ന ആടയാഭരണങ്ങളൊക്കെ എടുത്തു മാറ്റി ആ വിഗ്രഹം എണ്ണ തേച്ച് വാകച്ചാർത്തൊക്കെ കഴിച്ച് ഒരു പൂജ തുടങ്ങുന്നതാണ് നിർമാല്യം എന്ന് വിചാരിച്ചു വച്ചിരിക്കുന്നവരുണ്ട്. അതല്ല. ഈ ക്ഷേത്രം തുറക്കുമ്പോൾ തിരുമേനി കാണുന്ന ആ വിഗ്രഹം, അതുപോലെ ഭക്തജനങ്ങളായ നമ്മൾ നിർമാല്യം, വാടിയ മാല്യത്തോടുകൂടി നിൽക്കുന്ന ദൈവത്തിനെ, ഈശ്വരനെ നമ്മൾ കാണുന്ന ആ ദർശനത്തിനെയാണ് നമ്മൾ നിർമാല്യ ദർശനം എന്ന് പറയുന്നത്. ഇത് പുണ്യമാണ്.
പുണ്യമെന്ന് പറയാൻ കാരണം ഒരു ക്ഷേത്രത്തിൽ തിരുമേനി ചിട്ടയോടുകൂടി പൂജ കൊടുത്ത് നടയടച്ച് പോയി കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനെ മറ്റ് ദേവന്മാർ വന്ന് പൂജിക്കും എന്നാണ് വിശ്വാസം. അങ്ങനെ ഈശ്വരന്മാർ പൂജിച്ച വിഗ്രഹത്തിനെയാണ് പിറ്റേന്ന് പ്രഭാതത്തിൽ നമ്മൾ കാണുന്നത്. അതാണ് നിർമ്മാല്യം എന്ന് പറയുന്ന ചടങ്ങ്. പിന്നെ ഉഷപൂജ. നേരം പ്രഭാതമാകുമ്പോൾ ഈ ഉഷപൂജയ്ക്ക് പണ്ട് ഇന്നത്തെ പോലെ പണ്ട് ക്ലോക്കോ ഒന്നുമില്ലല്ലോ, സമയം അറിയാൻ ഒരു മാർഗവുമില്ല. അപ്പൊ ഉഷപൂജയുടെ സമയം പഴയ ആചാര്യന്മാർ നിശ്ചയിച്ചിരുന്നത് ആ ക്ഷേത്രത്തിലെ തിരുമേനി കൈ ഇങ്ങനെ നിവർത്തി പിടിക്കും, വലം കൈയും ഇടയും കൈയും ഇങ്ങനെ നിവർത്തി പിടിക്കുമ്പോൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് തൻ്റെ കയ്യിലെ രോമം കാണാൻ കഴിയുന്ന സമയം. അപ്പൊ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ചെറുതായിട്ട് കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതിൻ്റെ സമയം. ആ സമയത്ത് ക്ഷേത്രത്തിൽ നടത്തുന്ന പൂജയാണ് ഉഷപൂജ. അത് കഴിഞ്ഞാൽ പിന്നെ എതിർത്ത പൂജയാണ്. ഈ എതിർത്ത പൂജ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എന്തിനെയൊക്കെയോ നമ്മൾ എതിർക്കുന്നു. അതല്ല, എതിരേൽക്കുകയാണ്. സൂര്യനെ എതിരേൽക്കുന്ന സൂര്യകിരണങ്ങളെ ആദിത്യൻ, പഴയ ക്ഷേത്രാചാരങ്ങളിൽ വലിയ സ്ഥാനമുള്ള ദേവനാണ് ആദിത്യനും അഗ്നിയൊക്കെ. ആ ആദിത്യന്റെ രശ്മികളെ എതിരേറ്റുകൊണ്ട് ചെയ്യുന്ന, പ്രഭാതത്തിനെ എതിരേറ്റുകൊണ്ട് ചെയ്യുന്ന പൂജയ്ക്ക് പറയുന്ന പേരാണ് എതിർത്ത പൂജ. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ രശ്മി വെച്ചിട്ട് രോമം കണ്ടല്ലോ, അപ്പോൾ അതല്ലേ എതിർത്ത പൂജ എന്ന് തോന്നും. അത് സൂര്യന്റെ രശ്മികളല്ല. നമ്മൾ പ്രഭാതത്തിൽ ആദ്യം കാണുന്നത് സൂര്യന്റെ തേരാളിയായ അരുണ കിരണങ്ങളാണ്, അരുണന്റെ രശ്മികളാണ്. അതിനുശേഷമാണ് സൂര്യരശ്മികൾ കടന്നു വരുന്നത്. നമ്മൾ മലയാളം പഠിക്കുമ്പോൾ സൂര്യന്റെ പര്യായമായിട്ട് അരുണൻ എന്ന് പഠിക്കുമെങ്കിലും രണ്ടും രണ്ടാണ്. അങ്ങനെ ഈ രശ്മികളെ എതിരേറ്റുകൊണ്ട് ചെയ്യുന്ന പൂജയ്ക്ക് പറയുന്ന പേരാണ് എതിർത്ത പൂജ. ഇപ്പൊ രണ്ട് പൂജയായി. മൂന്നാമത്തെ പൂജ പന്തീരടി പൂജ. ഇതൊന്നുമില്ല, സമയം നോക്കാൻ ക്ലോക്കില്ല, മൊബൈലില്ല, ഒന്നുമില്ല. അപ്പൊ ഈ തിരുമേനി ആ ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഇറങ്ങി നിൽക്കുമ്പോൾ സൂര്യപ്രകാശത്തിൽ തന്റെ നിഴൽ 12 അടി നീളം വയ്ക്കുന്ന സമയം. ആ സൂര്യൻ അഭിമുഖമായി നിൽക്കുമ്പോൾ അന്നത്തെ സമയം നിശ്ചയിക്കുന്ന മാർഗമാണ്. 12 അടി നീളം വെച്ചു എന്ന് തോന്നുമ്പോൾ അതാണ് പന്തീരടി. 12 അടി നീളം വെച്ചു എന്ന് തോന്നുമ്പോൾ ചെയ്യുന്ന പൂജയാണ് പന്തീരടി പൂജ. പിന്നെ ഉച്ചപൂജ അറിയാം, അത്താഴ പൂജ അറിയാം. ഇങ്ങനെ 5 പൂജകൾ. പിന്നെ വേറെ പൂജകളൊക്കെ ഉണ്ട്, നവകം, പഞ്ചഗവ്യം, പല ചടങ്ങുകളുമുണ്ട്, അത് വേറെ വിഷയമാണ്. പിന്നെ 3 ശീവേലി. കിഴക്കോട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിൽ ആ സോപാനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന ബലിക്കല്ലിന്റെ അധിപൻ ഇന്ദ്രനാണ്. അവിടുന്ന് നമ്മൾ വലത്തോട്ട് വലം വെച്ച് നടക്കുമ്പോൾ രണ്ടാമത് നമ്മൾ കാണുന്ന ബലിക്കല്ല് അഗ്നിദേവനാണ്. അവിടുന്ന് മുന്നോട്ട് നടക്കുമ്പോൾ തെക്ക് ദിക്കിൽ യമനാണ്, യമൻ കാലനാണ് അതിന്റെ സ്ഥാനം. അവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് കിടന്നാൽ ആ കോണിലെത്തും. അവിടുത്തെ ഈശ്വരൻ എന്ന് പറയുന്നത് നിര്യതിയാണ്, രക്ഷസുകളുടെ ഈശ്വരനായ നിര്യതിയാണ് ആ ബലിക്കല്ല്. അവിടുന്ന് നമ്മൾ വീണ്ടും നടക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തെത്തും. അവിടെ സ്ഥിതി ചെയ്യുന്ന ബലിക്കല്ല് വരുണനാണ്, സമുദ്രദേവൻ. പടിഞ്ഞാറ് ഭാഗത്ത്, പടിഞ്ഞാറ് സമുദ്രമാണ്, കടലാണ്. അവിടെ സ്ഥിതി ചെയ്യുന്ന ബലിക്കല്ലിന്റെ നായകൻ, നാഥൻ എന്ന് പറയുന്നത് വരുണനാണ്. അവിടുന്ന് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ വായു കോണിലെത്തും. വായു കോണിൽ സംശയിക്കേണ്ട കാര്യമില്ല, അവിടെ ഇരിക്കുന്ന ആ ബലിക്കല്ല് വായുദേവനാണ്. അവിടെ നമ്മൾ വീണ്ടും മുമ്പോട്ട് നടക്കുമ്പോൾ ഓവിന്റെ അടുത്തെത്തും. ഓവിന്റെ അടുത്തിരിക്കുന്ന ബലിക്കല്ല് സോമനാണ്, ചന്ദ്രനാണ്. അതുകൊണ്ടാണ് ഈ ഓവിന് സോമസൂത്രം എന്നൊരു പേര് കൂടി, ചന്ദ്രനാണ്. അവിടുന്ന് മുമ്പോട്ട് നടന്നാൽ ക്ഷേത്രത്തിന്റെ ഏറ്റവും മുമ്പിൽ ഇടതുവശത്തായിട്ട് ഈശാനൻ സ്ഥിതി ചെയ്യും. ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈശാന കോണിലും അതുപോലെ തന്നെ നിര്യതിയുടെ കോണിലും 2 ബലിക്കല്ലുകൾ അധികം കാണും. അപ്പൊ ഇത് ഇത്രയും ക്ഷേത്രത്തിനെ സംരക്ഷിക്കുന്നു, ഭൂമിയിൽ സംരക്ഷിക്കുന്നു. ഈ 2 പേര് ഒന്ന് ബ്രഹ്മാവിനെയും ഒന്ന് അനന്തനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ ക്ഷേത്രത്തിനെ ആകാശത്ത് നിന്നുകൊണ്ട് സംരക്ഷിക്കുന്ന ബ്രഹ്മനും ഭൂമിക്കടിയിൽ നിന്ന് സംരക്ഷിക്കുന്ന അനന്തനെയുമാണ് സൂചിപ്പിക്കുന്നത്. വീണ്ടും ചില ബലിക്കല്ലുകളുണ്ട്, അത് 4 എണ്ണം വീണ്ടും കാണാം.
ശാസ്താവ്, ദുർഗ, സ്കന്ദൻ അഥവാ സുബ്രഹ്മണ്യൻ, വൈശ്രവണൻ. അപ്പൊ 10, 4, 14. ഇനിയാണ് നമുക്ക് സംശയം തോന്നുന്ന ആ ശിവലിംഗത്തിന്റെ ആകൃതിയിൽ ഇരിക്കുന്ന വിഗ്രഹം. അതിന്റെ മുമ്പിൽ ചെന്നൊന്നും ഒരിക്കലും നമ്മൾ നമഃശിവായ എന്ന് പറയാൻ പാടില്ല. അത് ആ ക്ഷേത്രത്തിലെ നിർമാല്യധാരി എന്ന് പറയുന്ന ഒരു മൂർത്തിയാണ്. ഞാൻ ഈ പറഞ്ഞ 14 ബലിക്കല്ലുകളും എല്ലാ ക്ഷേത്രത്തിലും തുല്യമാണ്. പക്ഷെ നിർമാല്യധാരിക്ക് മാറ്റം ഉണ്ടാവും. ഗണപതി ക്ഷേത്രത്തിൽ വേറെ നിർമാല്യധാരിയാണ്. ഇവിടെ വിഷ്ണു ക്ഷേത്രമായതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിർമാല്യധാരിയുടെ പേര് വിശ്വക്സേനൻ എന്നാണ്. ഈ നിർമാല്യധാരി ആര്? നിർമാല്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ വിഷയത്തിലേക്ക് വന്നത്. നിർമാല്യധാരി ആരെന്ന് ചോദിച്ചാൽ, ആ ക്ഷേത്രത്തിലെ പ്രധാന ദേവന് നമ്മൾ എന്തെങ്കിലും വഴിപാട് കൊടുത്താൽ ആ വഴിപാട് ആ ദേവൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് 2ാം സ്ഥാനത്ത് അടുത്ത് തിരുമേനോട് ചോദിച്ചാൽ പറയും അത് സമർപ്പിക്കുന്നത് ഈ നിർമാല്യധാരിക്കാണ്. ആ ക്ഷേത്രത്തിലെ ഒരു പ്രധാന ദേവന്റെ സ്ഥാനമാണ് ഈ ശിവലിംഗാകൃതിയിൽ ഇരിക്കുന്ന നിർമാല്യധാരിക്കുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഇത് വിശ്വക്സേനൻ എന്ന് പറയുന്ന വിഷ്ണു പാർഷദനാണ്. തൃച്ചംബരം ക്ഷേത്രത്തിൽ ഈ നിർമാല്യധാരിക്ക് പ്രത്യേകമായ ബിംബവും ക്ഷേത്രവും ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മളൊരു ബാണലിംഗ ഭാവത്തിൽ അതിനെ സംരക്ഷിക്കുന്നു. ഇത്രയാണ് ക്ഷേത്രത്തിന്റെ കാവൽക്ക. അപ്പൊ ഇവർക്ക് നമ്മൾ ആഹാരം കൊടുക്കും. അതിനെയാണ് നമ്മൾ ശീവേലി എന്ന് പറയുന്നത്. രാവിലെ കൊടുക്കും. പ്രധാന ദേവൻ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ക്ഷേത്രത്തിൽ ദേവനെ നമ്മുടെ പൂർവികരെ പ്രവേശിച്ചിരിക്കും. പിന്നെ വേറെ സപ്തമാതൃക്കളുണ്ട് കേട്ടോ. അവിടെ 7 സപ്തമാതൃക്കളുണ്ട്. സപ്തമാതൃക്കളുടെ തൊട്ട് അപ്പുറത്തുപെട്ട് 2 കല്ല് അപ്പുറം. അത് ഒന്ന് വീരഭദ്രനും ഒന്ന് ഗണപതിയുമാണ്. ഈ ഇന്ദ്രന്റെ കല്ലിന്റെ സ്ഥാനത്ത് ഇന്ദ്രന്റെ പരിവാരങ്ങളുണ്ട്. അഗ്നിയുടെ കല്ലിന്റെ സ്ഥാനത്ത് അഗ്നിയുടെ പരിവാരങ്ങളുണ്ട്. അപ്പൊ നമ്മൾ നോർമലി സാധാരണ ഒരു ക്ഷേത്രത്തിൽ ശീവേലി നടത്തുമ്പോൾ ഈ കല്ലുകൾക്ക് മാത്രമാണ് പൂജ ചെയ്യുക. ശ്രീഭൂത ബലിയാകുമ്പോൾ ഇത് 3 ശ്രീഭൂത ബലിയാകുമ്പോൾ ഈ ഇന്ദ്രന്റെ കല്ലുകൾക്കും ഇന്ദ്രന്റെ അല്ലെങ്കിൽ ഇന്ദ്രനും അതിന്റെ പരിവാരങ്ങൾക്കും പൂജ കൊടുക്കും. ഉത്സവ ബലിയാകുമ്പോ ആ ക്ഷേത്രത്തിലുള്ള സകല ഭൂതപ്രേത പിശാചുകൾക്കും ഘോരരൂപികൾക്കും ക്രൂരന്മാരായിട്ടുള്ള രക്ഷസുകൾക്കും ഒക്കെ ആരെയും മാറ്റി തിരിച്ചിടാതെ എല്ലാവർക്കും പൂജ കൊടുക്കുന്നതാണ് ഉത്സവ ബലി എന്ന് പറയുന്നത്. അതിൽ വെള്ള നിവേദ്യം ബലിക്കല്ലിൽ തൂവും, മഞ്ഞ നിവേദ്യം ഉണ്ടാവും. അത് ഈ ക്ഷേത്രത്തിലെ ദേവന്റെ പാർഷദന്മാർക്ക് ഇന്ദ്രന്റെ അതിൽ കൊടുക്കുമ്പോൾ മഞ്ഞ അതിൽ നിക്ഷേപിക്കുന്നത് ഇന്ദ്രന്റെ സേവകന്മാർക്കാണ്. കറുപ്പും വെളുപ്പും ഒക്കെ ആയിട്ട് വേറൊരു വിഭാഗം പ്രസാദം ഉണ്ടാക്കി വെച്ചിരിക്കും. അത് ഈ രക്ഷസുകൾക്കാണ്. മാംസം കഴിക്കുന്നവർക്ക് മാംസം കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇറച്ചി കൊടുക്കുന്നു എന്നല്ല എൻ്റെ അർത്ഥം. ചുട്ട കായും വറുത്ത് പൊടിച്ച അരിയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അരച്ച് അല്ലെങ്കിൽ വേവിച്ച് പൊടിച്ച് അത് ഈ രക്ഷസുകൾക്കും കൊടുക്കും. അതാണ് ഉത്സവ ബലി. ഉത്സവ ബലി ഒരു ക്ഷേത്രത്തിൽ നടത്തണമെന്നാണ് പറയുന്നത്. അങ്ങനെ 3 ശീവേലിയും 5 പൂജയുമുള്ള ക്ഷേത്രമാണ് മഹാക്ഷേത്രം. ഇനി എന്താണ് ക്ഷേത്രങ്ങൾ? 1, 2, 3 പൂജ നിത്യവും ഉണ്ടെങ്കിൽ ശീവേലി ഒന്നും വേണമെന്നില്ല. നിത്യപൂജയുള്ള ക്ഷേത്രങ്ങൾ അത് ഒരു നേരം പൂജയാവാം, രാവിലെ മാത്രം പൂജയാവാം, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പൂജയാവാം, വൈകുന്നേരം മാത്രം പൂജയാവാം. അതിനെയാണ് നമ്മൾ ക്ഷേത്രങ്ങൾ എന്ന ഗണത്തിൽപ്പെടുന്നത്. അപ്പൊ ഇനി നമ്മുടെ വിഷ്ണുമംഗലം ക്ഷേത്രമാണോ മഹാക്ഷേത്രമാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എന്താണ് കാവുകൾ? കാവുകൾ എന്ന് പറയുന്നത് നിത്യം പൂജ വേണ്ട. ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ പൂജ കൊടുത്താൽ ആ ദേവൻ, ആ ഈശ്വരൻ അതുകൊണ്ട് സംതൃപ്തനാണ്. അവിടെ ഒരു അപകടവും ഒരു അസ്വാരസ്യവും ഉണ്ടാവില്ല. അതും ഭക്തജനങ്ങൾക്ക് നേരിട്ട് കൊടുക്കാം. വിളക്ക് കൊളുത്താം. ആ വിഗ്രഹത്തിലിരിക്കുന്ന മാറാലയോ എന്തെങ്കിലും പറ്റിയിരിക്കുന്നെങ്കിൽ അതിനെ തൂത്തുകളയാം. കരിയിലുണ്ടെങ്കിൽ അതിനെ തൂത്തുകളയാം. അതിനെയാണ് നമ്മൾ കാവുകൾ എന്ന് പറയുന്നത്. നമ്മളൊക്കെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് ഒരുപാട് മരങ്ങളൊക്കെയുള്ള ദേവതാ സാമീപ്യമുള്ള ഇടങ്ങളാണ് കാവുകൾ. അതും വരാം. പക്ഷെ പൂജാ സമ്പ്രദായം അനുസരിച്ച് ഇതിനെയാണ് നമ്മൾ കാവുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ 3 സമ്പ്രദായത്തിലുള്ള ക്ഷേത്രങ്ങൾ നമ്മൾ ക്ഷേത്രത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ക്ഷേത്രം എന്താണ്, ഞാൻ ഇടപെടുന്ന ക്ഷേത്രം എന്താണെന്നെങ്കിലും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുക.